നമസ്കാരം. ഇറാനകത്ത് പൊട്ടിയപ്പോൾ ഇസ്രായേലിനകത്ത് കത്തി. ഇപ്പോൾ ഇസ്രായേൽ ഭരണകൂടം നിസ്സഹായരാണ്. അവർ ലോകത്തോട് സഹായം അഭ്യർത്ഥിച്ചിരിക്കുന്നു. ഇസ്രായേലിനകത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇതൊരു ദേശീയ ദുരന്തമാണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പ്രാദേശിക ദുരന്തമല്ല. ജെറുസലേമിന്റെ പ്രാന്തപ്രദേശങ്ങളിലാണ് കാട്ടുതീ പ്രത്യക്ഷപ്പെടുന്നത്. ഈ കാട്ടുതീ ഏത് നിമിഷവും ജെറുസലേമിനെ വിഴുങ്ങിക്കളയും എന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ടെല്ലവീവിലേക്കുള്ള പ്രധാനപ്പെട്ട ഒരു പാത ഇപ്പോൾ അടച്ചിരിക്കുകയാണ്. കാട്ടുതീ ടെല്ലവീവിലേക്ക് പടർന്നുകൊണ്ടിരിക്കുന്നു. 24 മണിക്കൂറായി 160 അഗ്നിശമന സേനാ യൂണിറ്റുകൾ തീയണക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അവർക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. നിരവധി ആളുകൾക്ക് പരിക്കേറ്റു. നിരവധി ആളുകൾ പുക ശ്വസിച്ചും അതുപോലെ തന്നെ മറ്റ് പല വിധത്തിലുമുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നു. ഒരുപാട് ആളുകൾക്ക് പരിക്കേറ്റു എന്ന വാർത്ത പുറത്തു വരുന്നു. അങ്ങനെ പലതരത്തിൽ 2-3 ദിവസങ്ങൾക്ക് മുമ്പാണ് ഇറാനിലെ ഒരു തുറമുഖത്ത് വലിയൊരു സ്ഫോടനം ഉണ്ടായത്. ഈ സ്ഫോടനം ഉണ്ടായപ്പോൾ ഇറാൻ ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ചു. സ്ഫോടനത്തിന്റെ ഭാഗമായി ഉണ്ടായിട്ടുള്ള തീ അണക്കാൻ ഇറാന് ഈ അടുത്ത സമയം വരെ കഴിഞ്ഞിരുന്നില്ല. ഏറ്റവും അവസാനം റഷ്യയുടെ ഒരു സഹായം എത്തി തീ അണക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടരുന്നു. ഈ ശ്രമങ്ങൾ തുടരുന്ന സമയത്താണ് ഇസ്രായേലിനകത്ത് കാട്ടുതീ പ്രത്യക്ഷപ്പെടുന്നത്. ഇന്നലെ ഇറാനിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത കൂടി പ്രത്യക്ഷപ്പെട്ടു. ഇസ്രായേലിന് വേണ്ടി ചാരപ്രവർത്തനം നടത്തിയിരുന്ന ഒരാളെ തൂക്കിലേറ്റി അല്ലെങ്കിൽ തൂക്കിലേറ്റാൻ വിധിച്ചു എന്ന വാർത്തയാണ്. ഇറാനിലുണ്ടായിട്ടുള്ള ഈ സ്ഫോടനം, അതിന് പുറകിലൊരു അട്ടിമറി ഉണ്ട് എന്ന് ഇറാൻ ഗവൺമെന്റ് അങ്ങനെ സംശയിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ചില നടപടികൾ ഇപ്പോൾ ഇറാൻ സ്വീകരിക്കുന്നത്. ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ചതും അതിന്റെ ഭാഗമായിട്ടാണ്. എന്നാൽ ഇപ്പോൾ ഇസ്രായേലിനകത്ത് കാട്ടുതീ പ്രത്യക്ഷപ്പെട്ട ഈ ഒരു സാഹചര്യത്തിൽ ഇസ്രായേലും ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ അന്വേഷണത്തിന്റെ ഭാഗമായി ചില പുരോഗതികൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരാളെ കസ്റ്റഡിയിലെടുത്തു എന്നുള്ളതാണ്. ഈ കാട്ടുതീ ആരോ മനഃപൂർവ്വം കാട്ടുതീ പടർത്തിയതാണ് എന്ന് ഇസ്രായേൽ ഭരണകൂടം സംശയിക്കുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഒരാളെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. നമുക്കറിയാം ഇസ്രായേലിന്റെ ഒരു രീതി, ശത്രുക്കളെ അവർ ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്യാറുള്ളത്. പലപ്പോഴും ശത്രുക്കളുമായി അവർ ഒരു കരാറുണ്ടാക്കുന്നതിന് വേണ്ടി ശ്രമിക്കും. അവരുടെ സൗകര്യമനുസരിച്ച് ആ കരാർ ലംഘിക്കും. ചതിയിലൂടെ അവരുടെ ശത്രുക്കൾക്കെതിരെ അവർ പല നീക്കങ്ങളും നടത്തും. ചതിയാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട രീതി. അങ്ങനെ ചതിയിലൂടെ ഒരുപാട് നഷ്ടങ്ങൾ ഇറാൻ അവർ വരുത്തി വെച്ചിട്ടുണ്ട്. ഏറ്റവും അവസാനം നടന്ന ഈ സ്ഫോടനം പോലും അത്തരത്തിലാണ് എന്ന് പലരും സംശയിക്കുന്നു. ഇറാനും അത് അങ്ങനെ ഒരു സംശയം ഇറാനുണ്ട്. അതിന്റെ ഭാഗമായാണ് അവർ അന്വേഷണം പ്രഖ്യാപിച്ചത്. എന്തായാലും പലപ്പോഴും ഇറാൻ ഇവിടെ ഇസ്രായേലിനെതിരെ ചില പ്രതികരണങ്ങൾ നടത്തുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം വളരെ ചെറിയ ഒരു രാജ്യമാണ്. ആ രാജ്യത്തെ ഞങ്ങൾ ചാരമാക്കും, പിന്നീട് ലോക ഭൂപടത്തിൽ അങ്ങനെ ഒരു പേരുണ്ടാകില്ല എന്നാണ് ഇറാൻ ഇസ്രായേലിനെതിരെ പറയുമ്പോൾ പലപ്പോഴും അവരുടെ പ്രതികരണം അത്തരത്തിലാണ്. ഇസ്രായേൽ നടത്തുന്ന അതേ രീതിയിൽ തന്നെ ഇസ്രായേലിനെതിരെ പല നീക്കങ്ങളും ഈ സമീപ സമയങ്ങളിലൊക്കെ ഇറാൻ നടത്തിയിട്ടുണ്ട്. ഇസ്രായേലിൽ നിന്ന് പലരെയും വിലക്ക് വാങ്ങിച്ച് ഇസ്രായേലിനെതിരെ പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു രീതി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില വാർത്തകൾ പലപ്പോഴും പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഇസ്രായേലിന്റെ ചില രഹസ്യങ്ങൾ ചോർത്തിയെടുക്കുന്നതിന് വേണ്ടി ചിലരെയൊക്കെ ഇറാൻ ഉപയോഗിച്ചിരുന്നു. എന്തായാലും ഇപ്പോൾ ഇസ്രായേൽ ഇത് ഇറാനാണോ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന ആരെങ്കിലും ചെയ്ത പണിയാണോ എന്ന് ഇസ്രായേൽ സംശയിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായാണ് അവർ അന്വേഷണം പ്രഖ്യാപിച്ചത്. ഒരു കാര്യം നമുക്ക് ഇവിടെ എടുത്തു പറയേണ്ടി വരും. അതായത് ആരും മോശക്കാരല്ല. ചില ആളുകൾ ഇറാനിൽ സ്ഫോടനമുണ്ടായി എന്ന് കണ്ടപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആ വാർത്തകൾക്കടിയിൽ അവരുടെ പ്രതികരണങ്ങൾ നിങ്ങളൊക്കെ ശ്രദ്ധിച്ചു കാണും. അത്തരക്കാരോടാണ് പറയുന്നത്. ആരും ഇന്നത്തെ കാലത്ത് അത്ര മോശക്കാരല്ല. എന്തായാലും ഇറാനെ ഒരുപാട് കാലമായി ഇസ്രായേൽ പല വിധത്തിലും വേട്ടയാടുന്നുണ്ട്. ഇറാന്റെ ഉന്നതതല ഉദ്യോഗസ്ഥന്മാരെ ഇല്ലാതാക്കിയിട്ടുണ്ട്. ടെഹ്റാനിൽ വെച്ച് ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയയെ ഇസ്രായേൽ ചതിയിലൂടെ കൊലപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ നിരവധി നീക്കങ്ങൾ, നിരവധി ചതികൾ, നിരവധി കൊലപാതകങ്ങൾ, നിരവധി നഷ്ടങ്ങൾ ഇസ്രായേൽ മൂലം ഇറാൻ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇസ്രായേൽ ഇപ്പോൾ ഇറാനെ തന്നെയാണ് സംശയിക്കുന്നത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകളുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചില ആളുകൾ പറയുന്നത് ഇത് ദൈവത്തിന്റെ ശാപമാണ്, ശപിക്കപ്പെട്ട ഒരു വിഭാഗമാണ് ഇവിടെ ജൂതന്മാർ, ദൈവത്തിന്റെ ശാപമാണ്. ആദ്യമൊക്കെ ദൈവം, പിന്നെ എന്ന രീതിയിലാണ് ചില കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത്. ഇതിപ്പോൾ സ്പോട്ടിൽ കൊടുത്തിരിക്കുന്നു. ഒരുപാട് കാലമായി ഗസയിൽ കൊച്ചുമക്കളെയും സ്ത്രീകളെയും ഗർഭിണികളെയും പ്രായമായവരെയും ഒക്കെ നിർദാക്ഷിണ്യം കൊന്നുതള്ളുകയാണ് ഇസ്രായേൽ. ലോകരാജ്യങ്ങൾ ഇസ്രായേലിനോട് അപേക്ഷിച്ചു, നിങ്ങൾ ഇനിയും അത് ചെയ്യരുത്, അവർക്കുള്ള ഭക്ഷണം തടയരുത്. ഐക്യരാഷ്ട്രസഭ പറഞ്ഞു. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഇസ്രായേൽ കുറ്റവാളികളാണ്, അവർ യുദ്ധക്കുറ്റം ചെയ്യുന്നു, അവിടെ നടക്കുന്നത് വംശഹത്യയാണെന്ന് പറഞ്ഞു. എന്നിട്ടും ഇസ്രായേൽ തുടർച്ചയായി
ആ കൂട്ടക്കുരുതി നടത്തിക്കൊണ്ടേയിരുന്നു, നിരപരാധികളെ കൊന്നു തള്ളിക്കൊണ്ടേയിരുന്നു. ഇപ്പോൾ ഇസ്രായേലിനോട് അപേക്ഷിച്ച ലോകരാജ്യങ്ങളോട് ഇസ്രായേൽ അപേക്ഷിക്കുന്നു, ഞങ്ങളെ സഹായിക്കണം, ലോകരാജ്യങ്ങളുടെ സഹായം ഞങ്ങൾക്ക് വേണം, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. 160ഓളം അഗ്നിശമന സേനാ യൂണിറ്റുകൾ ഒരേ സമയം തീകെടുത്തുന്നതിന് വേണ്ടി പ്രവർത്തിച്ചിട്ടും ആ തീകെടുത്താൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല, ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ നിരവധി ഉദ്യോഗസ്ഥന്മാർ, സൈനിക ഉദ്യോഗസ്ഥന്മാർ ഈ കാട്ടുതീക്ക് അകത്തുപെട്ടിട്ടുണ്ട്, അവരുടെ ജീവൻ രക്ഷിക്കണം. ഞങ്ങളുടെ രാജ്യം വളരെ ചെറിയൊരു രാജ്യമാണ്, ഈ തീ പടർന്നു പിടിച്ചാൽ ഞങ്ങളുടെ രാജ്യം തന്നെ ഇല്ലാതാകും, അതുകൊണ്ട് ഞങ്ങളെ എത്രയും പെട്ടെന്ന് രക്ഷിക്കണം എന്ന് പറഞ്ഞ് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഇസ്രായേൽ ഭരണകൂടം കൈകൂപ്പി കരയുകയാണ്.